ഇന്നത്തെ വീഡിയോയിൽ ഇറ്റാലിയൻ ഓപ്പണിങ്ങിലെ ഒരു ട്രാപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ട്രാപ്പ് വൈറ്റ് ഉപയോഗിച്ച് കളിക്കുമ്പോഴാണ് പരീക്ഷിക്കാൻ പറ്റുക. ആദ്യം വൈറ്റ് E4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് E5. വൈറ്റ് നൈറ്റിനെ F3യിലേക്ക് മൂവ് ചെയ്ത് ബ്ലാക്കിൻ്റെ പൗണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്ത് അറ്റാക്കിലുള്ള പൗണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്കും ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് C3 മൂവ് ചെയ്യുന്നു. ഈ മൂവിൻ്റെ ഉദ്ദേശം അടുത്തതായി D2 പൗണിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഈ രണ്ട് പീസുകളെയും ഫോർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലാക്ക് അടുത്തതായി നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ E4 പൗണിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ വൈറ്റ് ഇവിടെ ഈ പൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായി ഒന്നും ചെയ്യുന്നില്ല. പകരം D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് പൗൺ ഉപയോഗിച്ച് പൗണിനെ വെട്ടുന്നു, വൈറ്റും പൗൺ ഉപയോഗിച്ച് തിരിച്ചു വെട്ടുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബിഷപ്പിനെ B4ലേക്ക് മാറ്റി ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്ക് നൈറ്റ് ഉപയോഗിച്ചോ ബിഷപ്പ് ഉപയോഗിച്ചോ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. വൈറ്റ് ഇവിടെ നൈറ്റ് ഉപയോഗിച്ചാണ് ഈ ചെക്കിനെ ബ്ലോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ E4ലുള്ള പൗണിന് നൈറ്റിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ നൈറ്റ് ആണെങ്കിൽ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലുമാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് E4 പൗണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ വൈറ്റിനാണെങ്കിൽ അറ്റാക്കിലുള്ള ഈ നൈറ്റിന് വെറും ഒരു സപ്പോർട്ടർ മാത്രമേ ഉള്ളൂ. വൈറ്റ് ഇവിടെ ഈ പീസിന് ഒരു സപ്പോർട്ടും കൂടെ നൽകുന്നതിന് പകരം കിങ് സൈഡിലേക്ക് കാസ്റ്റിൽ ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് വൈറ്റിൻ്റെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് തിരിച്ച് പൗൺ ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ വെട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് കൊണ്ട് പൗണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ വൈറ്റ് ഇവിടെ റൂക്കിനെ സേഫ് സ്ക്വയറിലേക്ക് മാറ്റാൻ നോക്കുന്നില്ല. പകരം ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ A3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടിയെടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ E1ലേക്ക് മാറ്റി ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിനെ മൂവ് ചെയ്യാൻ ഒരു സ്ക്വയറും ബാക്കിയില്ല. എല്ലാ സ്ക്വയറും വൈറ്റിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ റൂക്ക് കൊണ്ടുള്ള ഈ ചെക്ക് നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടി വീണ്ടും ചെക്ക് കൊടുക്കുക. കിങ്ങിനെ ഒരേ ഒരു കോളത്തിലേക്ക് മാത്രമേ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ബ്ലാക്ക് കിങ് F8ലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ റൂക്ക് ഉപയോഗിച്ച് F7 പൗണിനെ വെട്ടി വീണ്ടും ചെക്ക്. ഇനി കിങ് ഏത് സ്ക്വയറിലേക്ക് പോയാലും പെട്ടെന്ന് തന്നെ ചെക്ക്മേറ്റ് ആകുന്നതാണ്. ഫോർ എക്സാമ്പിൾ, അടുത്തതായി കിങ് G8ലേക്കാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ റൂക്ക് F8 കളിച്ച് ചെക്ക്മേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കിങ് E8ലേക്ക് തന്നെയാണ് മാറുന്നത് എങ്കിൽ ആദ്യം ക്യൂൻ ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുക. ഈ ചെക്ക് ഇപ്പോൾ ബ്ലാക്കിന് ക്യൂൻ ഉപയോഗിച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ വൈറ്റ് ക്യൂൻ ഉപയോഗിച്ച് ക്യൂനിനെ വെട്ടി വീണ്ടും ചെക്ക്. ഇതോടെ കളി ചെക്ക്മേറ്റ് ആകുന്നതാണ്. ഈ ഒരു ട്രാപ്പിൻ്റെ പേരാണ് ഗ്യോക്കോ പിയാനോ ട്രാപ്പ്.